പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണോ? ആ എന്നാ ഈ സാധനങ്ങളും കൂടെ വെച്ചിട്ട് വരാം. ഏത് സാധനം? ഇതാ ആപ്പിൾ 1 കിലോ, ഓറഞ്ച് 1 കിലോ, മുന്തിരി 1 കിലോ, മാതളം 1 കിലോ, പേരയ്ക്ക 1 കിലോ, ഏത്തപ്പഴം 2 കിലോ, ഉണ്ണിയപ്പൻ 2 കിലോ. ഇതെന്നാ സംഭവം? നീ കടാവല്ല തുടങ്ങാൻ പോകണോ? അതെ, അത് കളയണ്ട ലിസ്റ്റ് സാധനം മേടിച്ചോ. അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്, മാധവി, അറിയോ? മാധവി? അതേ, ഈ 2 ദിവസം മുന്നേ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ടതാ. എന്ത് ഗ്രാമം? ഗ്രാമല്ല, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നിടത്തുനിന്ന് പരിചയപ്പെട്ടതാ മാധവി. അതിന്റെ മോളെ കെട്ടിച്ച വീട്ടിലേ ആ മോളെ നാത്തൂന്റെ മകളുടെ വയറ് കാണൽ ചടങ്ങ്. വയറോ? അതിന് വിശേഷമുണ്ട് 7 മാസം. അപ്പൊ അതിന്റെ വയറ് കാണൽ ചടങ്ങ് അതിന് പോകാനാ. ആർക്കും? നിനക്കോ? നിന്നെ അവരെ നേരിട്ട് വിളിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? ഇത് 7-ാം മാസം ആകുമ്പോ 7 കൂട്ടം പലഹാരം. അല്ല, അതൊക്കെ പോട്ടെ, നിന്നെ അവര് നേരിട്ട് വിളിച്ചായിരുന്നോ? അവര് നേരിട്ട് വിളിക്കണ്ട. പിന്നെ ആരാ വിളിച്ചത് നിന്നെ? ഈ കൂട്ടുകാരത്തെ ഇങ്ങനെ വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞതാ, ഇങ്ങനെ മോടെ കെട്ടിവെച്ച വീട്ടില് ഇങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന്. അല്ല, ഈ കൂട്ടുകാരിയായിട്ട് പരിചയപ്പെട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇത് എത്ര കാലമായി ഇവരുമായിട്ട് പരിചയപ്പെട്ടിട്ട്? 2 ദിവസം അല്ലേ? ഒരാഴ്ചയായി. ഒരാഴ്ചയായി. അപ്പോഴത്തേക്കും വലിയ കൂട്ടുകാരിയായി. നീ കണ്ടിട്ട് പോലും ഇല്ല. അത് കാണണ്ട, ഇനിയിപ്പൊ കാണാലോ. ഇതുകൊണ്ട് പോണം. ഒരു വലിയ ബിഗ് ഷോപ്പറും കൂടെ മേടിക്കണേ. ഒരു കാര്യം, ഇതെല്ലാം മേടിക്കാം. പൈസയും കെടുത്തേ. പൈസ ഇപ്പൊ എന്റെ കയ്യിലിടുന്നു. പിന്നെ ആർക്കാ? നീ കാണുന്ന കോപ്രഞ്ചം തുള്ളണതിനൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മുടക്കി നീ മിനിങ്ങാന്ന് പരിചയപ്പെട്ടവർക്കൊക്കെ ഞാൻ ഇതും മേടിച്ചോണ്ട് പോകണോ? മോശമല്ലേ? ഭയങ്കര മോശമാണ്. ദാ മേടിച്ചോ, എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി മേടിച്ചോ. നീ എന്നാ പണി കാണിച്ചേ? നിനക്ക് നാണോ മാനോ ഉണ്ടോ? ആരെങ്കിലും ആയിട്ട് പരിചയപ്പെട്ടു, എന്നിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. പരിചയപ്പെട്ടു അതിൻ്റെ പുറകെ, എന്നിട്ട് ഉടനെ ആ സാധനം എല്ലാം മേടിക്കണം. നാണക്കേടായിക്കോട്ടെ. നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പൈസ നീ എവിടെയെങ്കിലും പോയി പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോയി മേടിക്കുകയോ കൊടുക്കുകയോ എന്തുകൊണ്ട് ചെയ്തോ? എനിക്കറിയേണ്ട ആവശ്യമില്ല.